എന്തിലേട്ടാ എന്തൊന്നും മിണ്ടാത്ത? ഇവനിട്ട പേരാണ്. ഇതല്ല, ഇവരെല്ലാം കൂടെ തള്ളി ഈ വീഡിയോകളെല്ലാം കൂടെ മറിഞ്ഞു വീഴുമെന്നാണ് എന്റെ പേര്. ഇവര് തരുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് തള്ളാൻ നോക്കി നടക്കത്തില്ല. ജീവൻ ഉണ്ടായിരുന്നില്ല, പിന്നെന്താ ഇങ്ങനെ പേരിട്ട്? അല്ല, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ജീവൻ വെച്ചോട്ടെ. അയ്യോ, അത് പുറത്താക്കണം. ഒരു മിനിറ്റ്. ഇത്ര നാള് തള്ളിക്കൊണ്ട് നടന്നത് ഇവൻ മാത്രമാണ്. ഞാൻ പറഞ്ഞ കേട്ടു. ഭാസ്കരൻ, എനിക്കാണ് പലി കഴിഞ്ഞ് നല്ല നടുവേദന തൊണ്ടവേനൊക്കെ ഉണ്ടപ്പോ സൂക്ഷിച്ചു പറയാൻ ജീവ എന്നുള്ള ഓമന പേര് തനിയെ ഇട്ട് ജീവ എന്നുള്ള പേര് വിളിക്കുമ്പോ നമുക്കൊക്കെ സ്നേഹം വരാൻ വേണ്ടി നമ്മളെയൊക്കെ പറ്റിച്ച് ഇത്രയും നാള് നടന്ന ഈ മനുഷ്യന്റെ ശരിക്കുള്ള പേരെന്താ? അഖിലെന്ന്. എന്താണ് വിശേഷം? പേരിൽ അറിയപ്പെടുന്ന അഖിലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊരുത്തന്റെ സത്യം വിളിച്ചു പറയുന്നതല്ല ഈ പരിപാടിയുടെ പേര്. ഈ പരിപാടിയുടെ പേര് തള്ളന്ന. നീയല്ലേ ഏറ്റവും വലിയ തള്ള? അല്ല, നീ ഇത്രയും നാൾ എന്റെ വീട്ടിലല്ലേ വിളിക്കുന്നത് മോനെ ജീവാന്നാ. അപ്പൊ നാട്ടുകാർ വിളിച്ചോട്ടെന്ന് വിചാരിച്ചു. മോനെ എന്നുള്ള ഇൻഷ്യലാണോ? അല്ല, മോനെ. ഈ പേര് ഇപ്പൊ പറഞ്ഞില്ലേ, അതോടുകൂടി ഇവന്റെ ജീവയുടെ ജീവൻ പോയി. അഖിലേ പോട്ടെ, അഖിലേ എങ്കിൽ പോരും. ഞാൻ കഷ്ടപ്പെട്ട് 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ജീവ പോയല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പേര് അഖിൽ എന്നുള്ള? പക്ഷെ എനിക്കതല്ല മനസ്സിലാവാതെ. കേട്ടോ, നല്ലൊരു പേരല്ലേ അഖിൽ? അഖിൽ നല്ല പേരാ. അഖിലിന് പേര് നല്ലതല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ? അതെന്തുകൊണ്ടാണ് അഖിലിന് പേര് അതൊരു ഭയങ്കര ഇൻസൾട്ട് അല്ലേ? ഭയങ്കര മോശമാണത്. എന്റെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ മൊത്തം 7 അഖില്. ഞാൻ അതിൽ 6ാമത്തെ അഖില. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ മ്യൂസിക് പ്രോഗ്രാം ചെയ്യാൻ VJ ആയിട്ട് പോകാൻ നേരത്തെ എന്നോട് ചോദിച്ചു, അഖിൽ എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരല്ലേ, അപ്പൊ VJ അഖിൽ എന്ന് പറയുമ്പോൾ ഒരു മാച്ച് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ജീവ, അപ്പൊ VJ ജീവ എന്ന് പറഞ്ഞ രസം ഉണ്ടായിരിക്കും. ഈ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് പേര് മാറ്റത്തില്ലേ, അതേപോലെ കണ്ടാ മതി. സിനിമ വരുമ്പോ പേര് മാറ്റി പോലെ ചാനൽ വന്നപ്പോ ഞാൻ പേര് മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പേര് മാറ്റണ്ടേ? ലോകത്ത് എന്തോരം പാർവതിമാരുണ്ട്. അഖിൽ ഇവിടെ നിൽക്കട്ടെ അല്ലേ? അഖിൽ ഒരു കാര്യം ചെയ്യും. അല്ല, എന്താ പറയാ, അഖിലാണല്ലോ ആങ്കർ. അപ്പൊ അഖിൽ അങ്ങനെയാണെങ്കിൽ അഖിൽ അവിടെ പോകോ. അഖിൽ ഇവിടെ നിൽക്കണ്ട, അഖിൽ പോകോ ഒന്ന് ചോദിച്ചു അഖിൽ എവിടെ നിക്കണം? അപ്പൊ അഖിൽ എവിടെ നിൽക്കണം? സെന്തിലേട്ടാ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ. ഈ സ്റ്റാർ കണ്ട, ഇവിടാണ് നമ്മുടെ അഖിലിന്റെ സ്ഥലം. പക്രുചേട്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു, ചെയ്തില്ല. അല്ലേ, വേറെ കാര്യം പറയട്ടെ. ഒരു അഖിലുണ്ട്, കുട്ടി അഖില്. അപ്പൊ അതായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഒരു ഇൻഡസ്ട്രിയിൽ 2 അഖില് വേണ്ട. വെറുതെ അഖിൽ ഈഗോ അടിക്കണ്ട. ചേട്ടൻ ദൈവ, വെറുതെ കുട്ടികളിൽ ഒരു ഈഗോ അടിക്കണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അഖിലേ, എന്തോ നടുവേദനയുള്ള അഖിൽ നിട്ടാലോ? ഞാൻ എന്നോട് ചോദിച്ചു, പക്രുചേട്ടനെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് നിൽക്കാൻ പറ്റാത്തതിന്റെ കാര്യം, അജയ് കുമാർ എന്നുള്ള ഇടിവെട്ട് പേര് മാറ്റി പക്രു എന്ന പേര് സ്വീകരിച്ച ആളാ ഞാൻ. അന്ന് എനിക്ക് ഈഗോ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാകില്ല എന്നെ മനസ്സിലാക്കാൻ അജയ് കുമാർ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ, അല്ലേ ചേട്ടാ? ഈ കൂട്ടത്തിൽ എനിക്കറിയാം, ആരെങ്കിലും ഒക്കെ പേര് മാറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരും മറന്നേക്ക്. പേരൊന്നും മാറ്റിട്ടില്ല. കേൾക്കാൻ ഞാൻ തന്നെ പറയാം. കോട്ടയത്തുകാരനായ ഒരു ഷാജി ഷാജോണായിട്ട് വന്നിട്ട് സൈക്കിളില്ല. നീ അനുവദിച്ചില്ല. ആരും അടിക്കരുത്. ഷാജോൻ ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടാ പുതിയ പരിപാടിയില്ലേ നിങ്ങളുടെ? ഇത് ഐറ്റം വേറെയാണ്. കിഡിലം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ആകെ ശ്രദ്ധിക്കുന്നത് ഷാജോൻ ചേട്ടനെ മാത്രമാണ്. നിങ്ങൾ അടിപൊളിയാണ്, പക്ഷെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഷാജോൻ ചേട്ടൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഈ ഡ്രസ്സ്? ജോഗിങ്ങിന് നടക്കാൻ പോകുന്നത് സത്യം പറ. തള്ളി വന്നപ്പോ ഞാൻ വിചാരിച്ചു മോളിൽ പൊക്കി വെക്കാനാണ്. സത്യം പറ, രാവിലെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഷൂട്ടിന് ആരും ഷാജിയെ വിഷമിപ്പിക്കരുത്. ഇവനാണ് ശരിക്കും പേര് മാറ്റിയത്. സിനിമയിൽ വന്നപ്പോ സെന്തിൽ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് രാജാമണി
രാജാമണി. അത് അതിന്റെ കൂടെ വീണ്ടും ചേർത്തു സെന്തിൽ കൃഷ്ണ രാജാമണി എന്നാക്കി. ഏതേലും ഒന്നല്ല. ഇന്ന് വായിച്ച് ഏതേലും ഒന്ന്. അല്ല ഓരോ വർഷം ഓരോ പേര് വെച്ച് ചേർക്കുവോ പേരിന്റെ കൂടെ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും എല്ലാവരുടെ പേരും പറഞ്ഞു. എന്റെ ഫസ്റ്റ് പേര് എന്താണെന്നറിയോ? അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ 2 വലിയ തലകൾ വേണ്ട എന്ന് കരുതി ഞാൻ മാറ്റിയതാണ്. എന്റെ യഥാർത്ഥ പേര് നാദിർഷ എന്നാണ്. നാദിർഷ. അതാണ് ഇവൻ അവിടെ ഇരിക്കുമ്പോ മ്യൂസിക് പോലത്തെ നല്ല അയ്യോ, അങ്ങനെയാണ് അത് മാറ്റിയത് നന്നായി കേട്ടോ. അത്ര അല്ല പുള്ളിക്ക് ചീത്ത പേരായി പോയി. ഷാജി ഞാൻ കാര്യം ചോദിക്കട്ടെ, ശരിക്കുള്ള പേര് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്റെ ശരിക്കുള്ള പേര് ചിലപ്പോ അറിയായിരിക്കും. ഓമന. അല്ല അല്ല ഓമനിക്ക് എന്താ കുഴപ്പം? അല്ല ഓമനിക്ക് എന്താ കുഴപ്പം? ഓമനിക്ക് എന്താ? എന്റെ അടിപാളി പോലെ. പല ഓമന ചേച്ചിമാർ ഈ പ്രോഗ്രാം ഓമനക്ക് എന്താ കുഴപ്പം? അഖിലല്ലേ ഓമന? അത് ഈ പരിപാടിയുടെ പേര് തമ്മിലടി നാക്കും. ഞാൻ ഓമന എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ ഫേസ് ശ്രദ്ധിക്കണമായിരുന്നു. എന്താ അത്? എന്റെ സൗണ്ട് അല്ലേ കേട്ടോ? ഓമന. അതാണ് നമ്മുടെ തെറ്റ്. നമ്മുടെ തെറ്റാ. അടുത്ത തവണ നിനക്ക് അല്ല സീസ അടുത്ത തവണ നിനക്കൊരു കാര്യം പറയാൻ പറ്റും. ഒരു തള്ളു തള്ളാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഓമനമാരുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ചാലാണ് ഞാൻ. നല്ല പേരല്ലേ ഓമന? അല്ല, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മാറി. ഏറ്റവും സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ആരൊക്കെ ഉണ്ട്? ടിനിട്ടോ മാത്രമേ ഉള്ളൂ. എന്റെ പേരിന് മാറ്റമൊന്നുമില്ല. അല്ല 3 പേരൊന്നും ഇവിടെ പറ്റത്തില്ല. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ടിരിക്കുന്നു. കുറച്ചുമ്പോ പറഞ്ഞല്ലോ സിനിമ നടാന്ന്. അല്ല പേര് ഒറിജിനൽ നസീർ, സിനിമ നടന്ന് വാപ്പായിട്ട പേരാണ്. പാപ്പായിട്ട് പേരില്ലേ ഒറിജിനൽ? എല്ലാരും വിട്ടുകൊടുത്ത ആളാ പേരില്. കോട്ടയം വിട്ടുകൊടുത്ത ആളാ പേരില്. അതെ അതെ ശരിയാണ്. കോട്ടയം നസീർ എന്ന് പറയുന്ന ആദ്യത്തെ നസീർ ഇദ്ദേഹമാണ്, അറിയാലോ എല്ലാവർക്കും അത്. അയ്യോ എനിക്കറിയത്തില്ല. കോട്ടയം നസീർ എന്നുള്ള പേരിൽ ആദ്യമായിട്ട് പ്രശസ്തനാവുന്നത് നസീർ സംക്രാന്തിയാണ്. കോട്ടയം വിട്ടുകൊടുത്ത് ഇപ്പൊ കര അടയ്ക്കുന്നത് കൂത്താട്ട് കൊടുത്ത കര അടയ്ക്കുന്നത്. പിന്നെ കറുകച്ചാൽ നസീർ ആയിരുന്ന കോട്ടയം നസീർക്ക് വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, എടാ നിന്റെ കോട്ടയം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയത്തെ ശക്തി ബാറിൽ വെച്ച് ഇദ്ദേഹം അതങ്ങ് കൊടുക്കുക. ദുർബല നിമിഷത്തിൽ അതും ഒരു ബിരിയാണി വെച്ചു കൊടുത്തിട്ട് അത് ശക്തി ബാറിൽ ഇപ്പോഴും ആ കുറ്റബോധത്തിലാണ് അത് നിൽക്കുന്നത്. നടക്കുന്നത്. ഷാജിയായിട്ട് അത് ശരിക്കും നടന്ന സംഭവം. നീ പറയുന്നതിന് കാര്യമുണ്ടോ? അതൊരു ശരിക്കും നടന്ന സംഭവല്ലേ? അതൊന്ന് പറയാമോ? സത്യമാണ്, ചോദിച്ചു നോക്ക്. സത്യമാണ്. ഇവര് തമ്മിൽ ഒരു അടി നടന്നിട്ടുണ്ട്. ആ ദിവസം എനിക്ക് തോന്നുന്നു പക്രോടി ഉണ്ടായിരുന്നു. പക്ഷെ അത് സെൻസർ ചെയ്യേണ്ടി വരുമോന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയും. നമുക്ക് നിങ്ങൾ സെൻസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. അല്ലെ ടിനി പറഞ്ഞു, അത് എന്തായാലും സെൻസറിങ് പോകും. ഇവര് രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാം പിടിച്ച് അപ്പൊ കോട്ടയം നസീർ പ്രോഗ്രാമിന്റെ അവിടെ പോയിട്ട് ഓടി തിരിച്ചു വന്നേക്കാം. ഓർമ്മയുണ്ടാ? ഇടയിൽ കൂടെ ശബ്ദമല്ലോ. അത് ചിരിയുടെ ഗ്യാപ്പ് വെച്ചാ അത് വേണം ഒരു തള്ളലായിട്ട് എടുത്തോ. അറിയോ? ഇനിയേട്ടാ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങി. ഒരു കാര്യം ചെയ്യ്, നീ സംസാരിച്ചോ, ഞാൻ സൗണ്ട് ഇട്ടോളാം. കോട്ടയം നസീർ തിരിച്ചു വന്നേക്കാം. എന്താന്ന് വെച്ചപ്പാ ഓർമ്മയുണ്ടത്? ഇവര് രണ്ടുപേരുടെ അണ്ടർവെയറിന്റെ കളർ ഒന്നായിരുന്നു. പുള്ളിയുടെ ഇട്ട് ആ പുള്ളി പോയി. അത് തിരിച്ചു വന്നിട്ട് അന്നാണ് നസീർ പേര്. അന്ന് ഉപേക്ഷിച്ചതാണ് അദ്ദേഹം, അന്ന് ഉപേക്ഷിച്ചതാണ്. ഞങ്ങളുടെ അണ്ടർവെയറിന്റെ കളർ കറക്റ്റ് ഇതിന് മോളിൽ വെക്കാൻ ഇനിയൊരു തള്ളു ഇന്നത്തെ ദിവസം ഉണ്ടാവും എനിക്കറിയില്ല. നടന്നില്ലേ? നമ്മൾ 3 പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ നടന്ന സംഭവം ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അണ്ടർവെയർ കഥയൊന്നും എനിക്കറിയില്ല.